നയന അവാർഡ് വാങ്ങിക്കാൻ താല്പര്യമില്ല എന്ന് തറപ്പിച്ചങ്ങ് പറഞ്ഞു പോകുന്ന സമയത്ത് ആദർശം മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അവളുടെ മറ്റൊരു മുഖമാണല്ലോ അത്, ഒരു കാരണമില്ലാതെ അവൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല, എന്തോ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് ജയനോട് ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ജയനും ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മോൾ ഇങ്ങനെ അവാർഡ് വേണ്ടാന്ന് പറയാൻ കാരണം എന്തായിരിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താണെന്ന് അറിയില്ല, അവള് തറപ്പിച്ചാണ് അവാർഡ് വേണ്ടാന്ന് പറഞ്ഞതെന്ന് പറയട്ടെ. അപ്പൊ ജയൻ പറയുന്നുണ്ടായിരുന്നു, ഗ്രേസി അവളുടെ മകൾക്കൊക്കെ കൂടെ നടത്തുന്ന ഒരു അവാർഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോ നിന്റെ അമ്മ വിളിച്ചിട്ട് മോൾക്ക് അവാർഡ് കൊടുക്കണ്ടെന്ന് പറയുമെന്നായിരുന്നു എൻ്റെ പേടി. പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇപ്പൊ മോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാനുണ്ട്. അപ്പൊ ഒന്നും അറിയില്ല അച്ഛാ, അച്ഛൻ അവളോടൊന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നീ പറഞ്ഞിട്ട് അവള് കേട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞാല് അവള് അനുസരിക്കുമോ എന്നൊക്കെ ചോദിക്കാനുണ്ട്. അപ്പൊ ഇതിങ്ങനെ അവരെ എല്ലാം ഇങ്ങനെ സംഘടിപ്പിച്ച ശേഷം ഇങ്ങനെ വേണ്ടാന്ന് പറയുന്നതും ശരിയല്ലല്ലോ എന്നൊക്കെ ആദർശിനോടും ജയൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അവര് ഇങ്ങനെ പോസ്റ്റർ അടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനുശേഷം മോൾ അവാർഡ് വാങ്ങില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കഷ്ടം തന്നെയാണ് എന്ന് പറയാണ്. പിന്നീട് എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കാം മോളോട് എന്ന് പറഞ്ഞിട്ട് ജയനാണെങ്കിലും നയനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ ജയൻ വരുന്ന സമയത്ത് തന്നെ നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് എന്തിനാ വന്നതെന്നൊക്കെ. അപ്പം മോളെ എന്ന് വന്ന് വിളിക്കുമ്പോൾ തന്നെ അച്ഛൻ എന്തിനാ വന്നതെന്നൊക്കെ എനിക്കറിയാം, എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ താല്പര്യമില്ല എന്ന് തന്നെ ജയനോട് പറയുകയാണെ. അപ്പൊ മോളെ ആദ്യം അവർ വിളിച്ച സമയത്ത് മോൾ അത് തുറന്നു പറയേണ്ടതായിരുന്നു. ഇതിപ്പോ അവരെല്ലാം സംഘടിപ്പിച്ച ശേഷം അങ്ങനെ വേണ്ടാന്ന് പറയുന്നത് ശരിയല്ലല്ലോ മോളെ, അത് നല്ല കാര്യമല്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴും നയന പറയുന്നുണ്ടായിരുന്നു, അതെന്റെ ഭാഗത്തുള്ള ഒരു തെറ്റ് തന്നെയാണ്, അവർ ആദ്യം വിളിച്ച അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒന്നും പറയാൻ പറ്റിയില്ല, പ്രതികരിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അവാർഡ് വാങ്ങുന്നത് ശരിയല്ല, അതുകൊണ്ടാണ് എന്നൊക്കെ പറയാണ്. അപ്പൊ ജയനും കുറെ പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷെ നയന അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള അവാർഡുകളൊക്കെ മോൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ മോൾ അവാർഡ് വേണ്ടാന്ന് വെച്ചോ, ഇതിപ്പോ അവരെല്ലാം സംഘടിപ്പിച്ച് കഴിഞ്ഞ ശേഷമല്ലേ മോൾ അവാർഡ് വേണ്ടാന്ന് വെച്ചത്, അതുകൊണ്ട് അവർക്കും അത് വലിയ വിഷമാവും, അതൊരു നല്ല കാര്യമല്ല എന്നൊക്കെ നയനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ നയന പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എനിക്ക് എന്തായാലും ഈ അവാർഡ് വാങ്ങിക്കാൻ പറ്റില്ല എന്നൊക്കെ തന്നെയാണ് കേട്ടോ നയന പറയുന്നത്. ഇനിയിപ്പോ അങ്ങനെ അവർക്ക് അവാർഡ് കൊടുക്കണമെങ്കിൽ ഈ നമ്മുടെ കമ്പനിയിൽ പവിത്രയെ നല്ല ഡിസൈൻ ചെയ്യലോ, അത് അവൾക്ക് കൊടുക്കാൻ പറയാന്ന് പറയുമ്പോൾ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമല്ല, മോൾക്കിപ്പോൾ ഈ അവാർഡ് വാങ്ങിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് മോൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറയുമെന്ന് പറഞ്ഞിട്ട് ജയൻ അവിടെ നിന്ന് അങ്ങ് പോവാണേ. അപ്പോൾ നയനയ്ക്കും ആകെ വിഷമാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നയനെ മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, അച്ഛൻ എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ടി വന്നിട്ടില്ല, സോറി അച്ഛ, അമ്മയുടെ ഇങ്ങനെ മനസ്സിലുള്ളത് ഇങ്ങനെ പഠിക്കാൻ ഇതേ വഴിയുള്ളൂ എന്ന് ഇങ്ങനെ ഓർക്കുകയാണ് കേട്ടോ. അച്ഛന്റെ ഭാര്യയുടെ മനസ്സിലുള്ളത് പഠിക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ എന്നാണ് ഞാൻ ഓർക്കുന്നത്. പിന്നീട് ആൻമരി ആണെങ്കിലും ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഫോണിലേക്ക് നോക്കുന്നുണ്ട്, ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്നൊക്കെ. അപ്പോഴേക്കും ദേവയാനി വിളിക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ ദേവയാനിയും ആൻമരിയനോട് പറയുന്നുണ്ടായിരുന്നു, ഇവിടെ എല്ലാവരും അവളെ മാറി മാറി നിർബന്ധിച്ചിട്ടും അവള് അവാർഡ് വാങ്ങില്ല എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയട്ടെ. അപ്പൊ ഇതെന്തൊരു കഷ്ടമാണ് ആന്റി, ഇതെല്ലാം സംഘടിപ്പിച്ചിട്ട് ആന്റിക്ക് വേണ്ടിയിട്ടല്ലേ, ആന്റിക്കല്ലായിരുന്നോ മരുമകൾക്ക് ഇങ്ങനെ അവാർഡ് കൊടുക്കണമെന്ന് നിർബന്ധം, അപ്പോൾ ആന്റി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇതെല്ലാം മമ്മി ഞാനും കൂടെ എല്ലാം ഇത് സംഘടിപ്പിച്ചെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിക്കാണെങ്കിലും നയന അവാർഡ് വാങ്ങിക്കാൻ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടമായിട്ടുണ്ട്, അവൾ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ആൻമരിയെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ആന്റിയാണ് ഇതിന്റെ പിന്നിൽ നിന്ന് നയനാമ്മയുടെ അറിഞ്ഞു കാണുമെന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള സാധ്യതയൊന്നുമില്ല, അതിനൊരിക്കലും വഴിയില്ല എന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് മേഡം ഇങ്ങനെ അവാർഡ് വാങ്ങിക്കില്ല എന്ന് ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ എന്തായാലും അതിനുശേഷം ദേവയാനി ഇങ്ങനെ ആൻമരിയനോട് പറയുന്നുണ്ടായിരുന്നു, അവൾക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറാനും അവാർഡ് വാങ്ങിക്കാനൊന്നും ഒരു താല്പര്യമില്ല, അങ്ങനെ താല്പര്യമുള്ള കൂട്ടത്തിലല്ല അവള്, അവൾക്കൊരു കഴിവുണ്ട്, അത് അവൾ നന്നായിട്ട് ചെയ്യുന്നു, പിന്നെ അവൾ ചെയ്യുന്ന ഡിസൈൻ എല്ലാം വൈറലായി പോയി, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പൊ ആൻമരിയ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെയുള്ളവരെ തന്നെയല്ലേ നമ്മളിങ്ങനെ ഉയർത്തി കൊണ്ടുവരേണ്ടത്, മുന്നിലോട്ട് കൊണ്ടുവരേണ്ടത്, അവാർഡ് കൊടുക്കേണ്ടത് എന്നൊക്കെ പറയൂ കേട്ടോ. അപ്പൊ എന്തായാലും മാഡം എന്തുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോഴും ദേവയാനി പറയുന്നുണ്ടായിരുന്നു, മോള് വെച്ചോ, ഞാൻ അവളെ എങ്ങനെയെങ്കിലും അവാർഡ് വാങ്ങിക്കാൻ അങ്ങോട്ട് കൊണ്ടുവരാം, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ മരുമകൾ അവാർഡ് വാങ്ങിക്കുന്നത് കാണുക വേണം, മറഞ്ഞു നിന്നിട്ടായാലും എന്ന് പറയാൻ കേട്ടോ. ഏത് വിധേനയും ഞാൻ അവളെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് പറയാണ്. പിന്നീട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് കേട്ടോ ദേവയാനി ചെല്ലുന്നത്. അപ്പോൾ മുത്തശ്ശീനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാനാണ് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുന്നിട്ട്. അപ്പൊ മുത്തശ്ശി മരുന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ അച്ഛനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പലരും ഇപ്പൊ ഇങ്ങനെ തന്നിഷ്ടത്തിന് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായെന്ന് ചോദിക്കട്ടെ. അപ്പൊ നയന അവാർഡ് വേണ്ടാന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ മുത്തശ്ശീനോടും പറയാണ്. അപ്പൊ മോൾ അങ്ങനെ പറഞ്ഞതിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും, നിനക്കും മോള് അവാർഡ് വാങ്ങിക്കുന്നൊന്നും ഇഷ്ടമല്ലല്ലോ, മോൾക്ക് അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ നീ അവളെ ഒന്ന് അഭിനന്ദിക്കുകയോ അവളുടെ കൈ പിടിച്ച് കുളിക്കുകയോ ഒന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയാണ്. നിനക്ക് മോള് അവാർഡ് വാങ്ങുന്നൊന്നും ഇഷ്ടമല്ലല്ലോ, പിന്നെ വീട്ടിലുള്ളവര് ഇങ്ങനെ മോളെ ഇങ്ങനെ അവാർഡ് വാങ്ങുന്നതും ഒന്നും അംഗീകരിക്കാത്തത് കൊണ്ടായിരിക്കും മോള് ചിലപ്പോ അവാർഡ് വേണ്ടാന്ന് വെച്ചത് എന്നൊക്കെ പറയാണ്. അതിന് മോളെ തെറ്റ് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാണ് കേട്ടോ.
ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ടായിരുന്നു, ഇതിപ്പോ എന്റെ ഫ്രണ്ട് ഗ്രേസി ആൻമരിയൊക്കെ ഉള്ള ഒരു സംഘടനയായി പോയി, അല്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങനെ പറയൊന്നുമില്ലായിരുന്നു എന്ന് പറയാണ്. ഇതിപ്പോ അവരുടെ മുഖത്ത് കരി വാരി തേച്ച പോലെ ആയില്ലേ. ആദ്യം ഇങ്ങനെ വിളിച്ച സമയത്ത് തന്നെ അവർക്ക് വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറയായിരുന്നു. ഇതിപ്പോ അത് കഴിഞ്ഞിട്ട് അവരെ വിളിച്ച് അവാർഡ് വേണ്ടാന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ പരിപാടി എല്ലാം സംഘടിപ്പിച്ച ശേഷം ഇങ്ങനെ പറയുമ്പോൾ അത് വലിയ തന്നെയല്ലേ എന്ന് മുത്തശ്ശീനോടും പറയാൻ കേട്ടോ. അപ്പൊ അമ്മ അവളോടൊന്ന് സംസാരിക്കുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും മോളോടൊന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ മുത്തശ്ശി പറയുകയാണ് കേട്ടോ. പിന്നീട് നൈനേനെ അഭിനന്ദിക്കാത്തതിനെ കുറിച്ചും ഒക്കെ മുത്തശ്ശി പറയാണ്. സ്വന്തം തെറ്റാരും ഇങ്ങനെ മനസ്സിലാക്കില്ലല്ലോ, മറ്റുള്ളവരുടെ തെറ്റും കുറ്റും ഒക്കെ ഇങ്ങനെ നൈനമോളെ വിമർശിക്കാനൊക്കെ അല്ലേ നിനക്ക് നേരമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനിനെ കുറെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പൊ ദേവയാനിക്കും അത് ഇഷ്ടാവുന്നില്ല. ഇതിപ്പോ ഇങ്ങനെ എന്റെ ഫ്രണ്ടും ഇങ്ങനെ മോളും ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ദേവയാനി സങ്കടത്തോടെ അവിടെ നിന്ന് അങ്ങ് എണീറ്റ് പോവാണ്. അപ്പൊ മുത്തശ്ശിക്കാണെങ്കിൽ ചെറിയൊരു ചിരിയൊക്കെ വരുന്നുണ്ടായിരുന്നേ. പിന്നീട് മുത്തശ്ശിയും ദേവയാനിയും വരുന്ന കാണുമ്പോൾ തന്നെ ജലജ പറയുന്നുണ്ടായിരുന്നു, അവള് അവാർഡ് നിഷേധിച്ചു അല്ലേ, അവൾ ഒരു അഹങ്കാരിയാണ് എന്നൊക്കെ പറഞ്ഞ് നൈനേനെ അങ്ങ് കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങുവേ. അപ്പോൾ മുത്തശ്ശിക്കും ദേവയാനിക്കൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാലും ജലജ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശവും നൈനയും കൂടെ അങ്ങോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ അവർ വരുന്ന കാണുമ്പോൾ തന്നെ, എന്താ മോളെ ഇത്, ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി നൈനയോടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മോള് ഇത് ചെയ്തത് ഒട്ടും ശരിയായില്ല. ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ഒരുക്കിയിട്ട് ഇങ്ങനെ അവാർഡ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്, ഇതിങ്ങനെ നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നേ. അതുപോലെ തന്നെ ദേവയാനിയും പറയാണ് കേട്ടോ. അപ്പൊ ദേവയാനിനോട് നൈന ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ അവാർഡ് വാങ്ങിക്കുന്നതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ നിനക്ക് അത് അവാർഡ് വാങ്ങിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് നേരത്തെ പറയണമായിരുന്നു, ആദ്യം അവരെ വിളിച്ചപ്പോൾ തന്നെ പറയണമായിരുന്നു. ഇതിപ്പോ അവരുടെ മുഖത്തൊക്കെ കരി വാരി തേക്കുന്ന പോലെ ആയില്ലേ എന്ന് പറയാൻ കേട്ടോ. അതൊന്നും കുടുംബത്തിൽ ചേർന്ന പെൺകുട്ടികൾക്ക് പറഞ്ഞതല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ മറ്റാരെങ്കിലും ആണ് നിനക്ക് അവാർഡ് തരുന്നതെന്നുണ്ടെങ്കിൽ ഞാനത് വേണ്ടാന്ന് പറഞ്ഞേനെ, ഇതിപ്പോ എന്റെ ഫ്രണ്ടും മകളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സംഘടനയായി പോയി എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അവളുടെ ഉദ്ദേശം അത് തന്നെയാണ്, ഏട്ടത്തിനെ കൊണ്ട് ഇങ്ങനെ ഇനിയിപ്പോൾ അവളുടെ കാല് പിടിപ്പിക്കണം, അവളെങ്ങനെ ഉന്തി തള്ളി ഇങ്ങനെ വിടണം, അതിന് വേണ്ടിയിട്ട് അവൾ ഡിമാൻഡ് ഇടുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. അപ്പൊ നൈനയ്ക്കാണെങ്കിലും അതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു. ആദ്യം തന്നെ നൈനേനെ വിളിച്ച് അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അവാർഡ് വേണ്ടാന്ന് പറയുകയാണെങ്കിൽ അത് ഒരു ഇതുണ്ടായിരുന്നു എന്ന് ദേവയാനി പറയുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നന്ദികേടാണ് എന്നൊക്കെ നൈനേനോട് പറയുന്ന സമയത്ത് എനിക്കത് നന്ദികേടായിട്ടൊന്നും തോന്നിയിട്ടില്ല. അവര് അവാർഡിന്റെ കാര്യം നിശ്ചയിച്ചപ്പോൾ തന്നെ ആദ്യം തന്നെ എന്നെ വിളിച്ച് പറയണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എനിക്ക് അവാർഡ് വാങ്ങിക്കാൻ താല്പര്യമില്ലാത്തതെന്നൊക്കെ പറയണം. മുത്തശ്ശിയാണെങ്കിലും നൈനേനോട് പോയി അവാർഡ് വാങ്ങിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നൈനയ്ക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് നൈന അവിടെ നിന്ന് അങ്ങ് പോവാണേ. അപ്പോൾ ആദർശാണെങ്കിലും ഇങ്ങനെ മുത്തശ്ശിനോട് പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ മുത്തശ്ശിനോട് അവളെ വിളിച്ചിട്ട് ഒന്ന് പറയാൻ പറയോ, എന്നാൽ പിന്നെ മുത്തശ്ശൻ പറഞ്ഞാൽ അവൾ അനുസരിക്കും എന്നൊക്കെ പറയാനുണ്ട്. അപ്പം നീ പറഞ്ഞാൽ അനുസരിക്കില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുത്തശ്ശി. അപ്പോൾ അങ്ങനെയാണ് വേണ്ടതെന്ന് ദേവയാനി അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് പറയാണ് കേട്ടോ. അപ്പോൾ ജലജയാണെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അവൾക്ക് അഹങ്കാരമാണ്, അവൾക്ക് ഇങ്ങനെ അവാർഡ് ഇങ്ങനെ കൊടുക്കുന്നതിൻ്റെ ഇനിയിപ്പോൾ എല്ലാവരും കൂടെ ഇവിടുന്ന് ഉന്തിത്തള്ളി വിടാൻ വേണ്ടിയിട്ടാണ് അവളിങ്ങനെ ഡിമാൻഡ് ഇടുന്നത്. ഇനിയിപ്പോൾ അവൾ നിന്നേക്കാളും മുകളിൽ വളർന്നു പോയി, ഇനി കുറച്ച് കഴിഞ്ഞാൽ നിന്നെ അവള് ഒഴിവാക്കും എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ ഉള്ള പേടിയൊന്നും എനിക്കില്ല, നൈനയുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാണ് കേട്ടോ. നയന ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗം ചെയ്യുമെന്ന് എനിക്ക് അറിയാമെന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നേ. അത് കേൾക്കുമ്പോൾ ദേവയാനിക്ക് ഇങ്ങനെ ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. പിന്നീട് അതൊക്കെ പറഞ്ഞ് ആദർശാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇവിടെ പലരും സ്വയം തെറ്റ് തിരിച്ചറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ദേവയാനിക്കാണെങ്കിലും ഭയങ്കര സങ്കടമൊക്കെ ആവുന്നുണ്ട്. അപ്പം മുത്തശ്ശിയാണെങ്കിലും പിന്നീട് ജലജയനോടും ദേവയാനിയോടും ഒക്കെ കൂടിയായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇവിടുത്തെ പെണ്ണുങ്ങളുടെ സ്വഭാവമൊന്നും നല്ലതല്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു അവാർഡ് ഉണ്ടെന്ന് അറിയുമ്പോൾ തന്നെ എല്ലാവരും അവിടെ പോയി ആ അവാർഡിൽ പങ്കെടുക്കേണ്ടതാണെന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ടായിരുന്നു, പിന്നെ അവൾക്ക് ഒരു ചെറിയ ലോക്കൽ അവാർഡ് കൊടുക്കുന്നതിന് ഇവിടുന്ന് എല്ലാവരും പോയി അവിടെ ഇങ്ങനെ ഇരിക്കാൻ പോവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ. ലോക്കൽ അവാർഡ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ദേവയാനിക്ക്. അപ്പോൾ ദേവയാനി മനസ്സിൽ ഓർക്കുന്നുണ്ടായിരുന്നു, ഇത് വലിയൊരു അവാർഡ് തന്നെയാണ്, നീയാണ് വെറും ലോക്കൽ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ദേഷ്യത്തോടു കൂടി ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ. ജലജനെ ഇങ്ങനെ ചെറുതായിട്ട് നോക്കിക്കൊണ്ട്. പിന്നീട് മുത്തശ്ശിയും ദേവേനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ അവരുടെ പോസ്റ്ററൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ദേവേനെ പറയും, ഞാനിങ്ങനെ അവളുടെ മുഖം കണ്ടപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ആക്കി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴാണ് മുത്തശ്ശി ദേവേനെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയുന്നത്. പിന്നീട് ആദർശ് നൈനയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശ് നൈനയോട് പറയുന്നുണ്ടായിരുന്നു, നിന്റെ ഈ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവാർഡ് വേണ്ടാന്ന് അൻമരീനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവസാന നിമിഷം അങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് ആദർശം പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായം അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
നയനെ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആദർശേട്ടൻ ഇപ്പം എന്താ പറയുന്നത്, ഞാനിപ്പോൾ അവാർഡ് വാങ്ങിക്കാൻ പോകണമെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ പോവാം, പക്ഷേ അവിടെ ഇങ്ങനെ പെണ്ണുങ്ങൾ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ, അപ്പോൾ എൻ്റെ അമ്മായിയമ്മേനെ അവിടെ കൊണ്ടുവരാൻ പറ്റുമോ, ഫംഗ്ഷന് കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അവിടെ വന്നു എന്ന് വരും, ഗ്രേസി ആൻറ്റി മകളൊക്കെ ഉണ്ടായതുകൊണ്ട്. പക്ഷേ അമ്മ അങ്ങനെ അപ്പോഴും ഇങ്ങനെ അമ്മയുടെ തോൽവിയായിട്ടേ എടുക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നൈന പറയുന്നുണ്ടായിരുന്നു, അമ്മ എവിടെയും തോൽക്കാൻ പാടില്ല, ഭാര്യ തോറ്റോട്ടെ, അങ്ങനെയല്ലേ എന്നിങ്ങനെ പറയൂട്ടോ. അപ്പം നീ അവിടെ തോൽക്കല്ലല്ലോ, നീ ഇങ്ങനെ തല ഉയർത്തി പിടിച്ച് നല്ല അന്തസ്സോടുകൂടി അവാർഡ് വാങ്ങിക്കാനല്ലേ പോകുന്നത്. അപ്പോൾ അവാർഡ് ഫംഗ്ഷൻ ആകുമ്പോൾ മൊമെൻ്റ് ഒക്കെ തരും. അപ്പോൾ ഇങ്ങനെ ജ്വല്ലറി ആയിട്ട് സംബന്ധിച്ചിട്ടുള്ള മൊമെൻ്റ് ഒക്കെ കിട്ടുമ്പോൾ അതിങ്ങനെ അവിടെ ഇങ്ങനെ ഓഫീസ് തന്നെയാണ് വെക്കാറുള്ളത്, പക്ഷേ ഞാനത് ഇവിടെ തന്നെ വെക്കും എന്നൊക്കെ ആദർശ് പറയുകയാണ് കേട്ടോ. അതാവുമ്പോൾ അമ്മയ്ക്ക് ഇങ്ങനെ കാണുകയും ചെയ്യാലോ, അമ്മേനെ കാണിക്കാൻ വേണ്ടി ഇവിടെ തന്നെ വെക്കാമെന്ന് പറയുമ്പോൾ എന്നിട്ട് വേണം അതെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാൻ, ചിലപ്പോൾ എൻ്റെ തലയിൽ തന്നെ അത് അടിച്ച് പൊട്ടിച്ചെന്ന് വരും അമ്മ എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ് കേട്ടോ. നയനയാണെങ്കിലും ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, എന്നെ ഇപ്പോൾ അവാർഡ് വാങ്ങിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ആദർശൻ ഇങ്ങനെ സമ്മതിപ്പിച്ച പോലെ തന്നെ അമ്മേനെയും അന്ന് ഇങ്ങനെ അവാർഡ് വാങ്ങിക്കുന്ന സമയത്ത് അമ്മയെ അവിടെ വേണം എന്നുള്ള ഒരു ഇതൊക്കെ നയന പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മേനെ കൊണ്ട് സമ്മതിപ്പിക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പേരിലൊരു തർക്കമൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്, ഇതൊരു തർക്ക വിഷയമാക്കണ്ട എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നീ അവിടെ പോയിട്ട് ഇങ്ങനെ അവാർഡ് വാങ്ങിക്കണം, അവാർഡ് വാങ്ങിച്ചിട്ട് 2 വാക്ക് പറ്റുകയാണെങ്കിൽ സംസാരിക്കുകയും വേണം, അതൊക്കെയാണ് എൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് നയനയാണെങ്കിലും ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലോർത്ത് ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നേ. ദേവയാനി പറഞ്ഞല്ലോ, മറ്റാരെങ്കിലും ആണ് ഈ അവാർഡ് തരുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അത് നിന്നോട് വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞേനെ, ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് എൻ്റെ ഫ്രണ്ടും മകളൊക്കെ ആയി പോയില്ലേ എന്ന് ഇങ്ങനെ ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നയന അവാർഡ് വാങ്ങിക്കാൻ പോവാമെന്ന് ആദർശിനോട് സമ്മതിച്ചിട്ടുണ്ട്.